ബൗദ്ധ പോകുന്ന ഇപ്പോൾ ഈ സ്തൂപത്തിൻ്റെ അടുത്തേക്കാ ഗുരുജി നമ്മളപ്പോൾ ക്യാഷ് മാറ്റപ്പോൾ പോകണ്ടോ? ഇവിടെ അടുത്താ അത് നടക്കാനുള്ള ദൂരമുള്ളൂ. എടാ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ഇതൊക്കെ ബൗദ്ധ ഏരിയടാ. ബൗദ്ധ സ്തൂപ. ഇതെന്താ പറഞ്ഞ വേൾഡിൽ ഹെറിറ്റേജ് ആണ്. ഏഷ്യയിലെ ഹൈയസ്റ്റ്. ഓ അങ്ങനെയല്ലേ. ഇനി അടുത്തെത്തിയോണ്ട് ഇനി കാണൂലല്ലേ. This is the Bodha Stupa. Most peaceful place, but it is one. Oh. So, why they are rounding? Yeah, this whole month is Buddhist month. It's called Sakadawa. So Sahadaha. Sakadawa. Oh. So we are celebrating the birth of Buddha, his enlightenment and his death. All it happened in the same time this month. So I'm doing puja kind of thing. It's same like doing puja for them. ഏരിയ അല്ലേ? അതിൻ്റെ ഫ്രണ്ട് കാണാൻ വേറെ ലുക്കാണല്ലോ അല്ലേ? അതായത് നമ്മൾ കയറി വന്ന വഴി. അതായത് ഇവർ എന്തിനാ നടക്കുന്ന പറഞ്ഞത്? അല്ല ഈ നടക്കുന്ന എന്തിനുള്ള നേരത്തെ പറഞ്ഞത്? കോറ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 സർക്കിൾ ടു അനദർ സർക്കിൾ എന്ന് പറഞ്ഞ ഒരു കോറയാണ്. അയ്യോ ധാരാ ഓടിച്ച് ഇങ്ങനെ കൈ കാണിച്ച് ഇവിടെ മെയിനാവോ? മെല്ലട്ടോ.
രാമേന്ദ്ര 5 സെക്കൻഡ് മതി കേട്ടോ. എങ്ങോട്ടാ രാമേന്ദ്ര? വയ്യേ രാമഭദ്ര, നമ്മൾ കുറച്ച് ഓവർ പാക്ക് ചെയ്ത് രാമഭദ്ര. ആ മായൻകുട്ടീനെ വിളിക്ക്, നമ്മളെ മോട്ടറാക്കി വിട്ടേ. ഉണ്ടാവും. വേഗം കയറിക്കോ. പോയാ രാമഭദ്ര, എന്താ അങ്ങോട്ട് പോരാത്തേ? അങ്ങോട്ട് പോരട്ടെ. അയ്യോ സ്റ്റെപ്പ് കണ്ടുപിടിച്ചാരാ? നമ്മൾ മുകളിലെത്തിന് മുമ്പേ പറ്റി 2 വാക്ക് സംസാരിക്കാണ്ട്. ധറം പോലെ, ധറം ഇത്ര സ്പീഡ് പോലെ. ദാൽബാത്തിൽ അരി ലക്ഷ്യമാക്കി നടി ചാടുമ്പോൾ എന്താ പറഞ്ഞേ? ക്യാമറ ചാടണമെന്നാ? ഉണ്ടാവും. എന്തായാലും ഉണ്ടാവും. ധറം ആ ദാൽബാത്ത് ലക്ഷ്യമാക്കി അവിടെ കാണുന്ന ആ മലമുകളിലേക്ക് ഞങ്ങൾ നടക്കുകയാണ്. അല്ലേ? ഇവിടെ സാധനങ്ങൾ ഉണ്ടല്ലേ, കുറേ ബ്രെഡ്, വൈൽഡ് ഹണി. അടുത്തേക്കായിരിക്കും. അവിടെ നമുക്ക് ഈ മഴയിൽ നമ്മൾ അവിടെ ഇതേപോലെയാണ് അവിടെ എത്തുന്നതെങ്കിൽ നമുക്കിന്ന് റെയിൻകോട്ട് ഇട്ടിട്ട് മാമ്പൂലേക്ക് ട്രൈ ചെയ്യാം. വെൽക്കം ടു ചാമറോൺ. ബോർഡൊക്കെ മഞ്ഞുണ്ടല്ലേ ദേശം. ഇവിടെ അന്നപൂർണ ബേസ് ക്യാമ്പ് അങ്ങോട്ടല്ലേ? ഓക്കെ, കറക്റ്റാ. ABC. രാമഭദ്ര, ഈ ബ്രിഡ്ജുണ്ടോ എന്ന് ചോദിച്ചിട്ടേ ഏതാ ബ്രിഡ്ജ്? ഇനി ബ്രിഡ്ജില്ല അറിയരുത്. ഇത് ചെറുതാ. രാമഭദ്ര എന്താ മിണ്ടത്? രാമഭദ്ര എടാ അത് കുലുക്കുന്നുണ്ട് കേട്ടോ. അതിലെ നല്ല കുലുക്കുന്നുണ്ട്. കാല് താഴെ മ്യൂളുടെ കാട്ടമുണ്ട്. ഇതിൽ നമ്മളിങ്ങനെ ഷെയ്ക്കായിട്ടാണ് പോകുന്നത്. ഷെയ്ക്ക്. രാമഭദ്ര ഓടിക്കോ, കുലുങ്ങുന്നുണ്ടത്. പോലെ നമുക്ക് ഈ താഴെയുള്ള സാധനം ഒരു രക്ഷയില്ല. തല ചുറ്റും നോക്കുമ്പോൾ പക്ഷേ
നമ്മൾ സീനറി മറ്റേ ബുക്കിൻ്റെ മുകളിലൊക്കെയുള്ള സീനറി കാണുന്ന വരുന്നത് വേറെ സാധനം കേട്ടത്. പക്ഷേ ഇനി ഇവിടെ നിന്ന് തിരിഞ്ഞടിച്ചാൽ മഴ കൊള്ളും. അപ്പോൾ പോവാം. ഇതൊരു രക്ഷയില്ലല്ലേ ഈ ബ്രിഡ്ജ്. ഇന്നലത്തെ ബ്രിഡ്ജിൽ ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും കാണുന്നില്ല താഴത്തേക്ക്. ഇത് താഴത്തെ നല്ല കാണുന്നുണ്ട് കറക്റ്റായിട്ട്. ഇതിൻ്റെ കുലുക്കാണ്. പക്ഷേ ഫസ്റ്റ് ദിവസം കയറിയപ്പോൾ നല്ല പേടിയില്ലേ, അപ്പോൾ സെറ്റായി. അങ്ങനെ ഒരു സസ്പെൻഷൻ്റെ മുകളിൽ കൂടെ പോകുന്ന ഇതൊക്കെ ചെറുത് മുഖം പറയും, മനസ്സിലായില്ലേ? രാമമന്ത്രം മോട്ടറാക്കി കൂട്ടിക്കൊണ്ടുവന്നാ ചെറുത്. അയ്യോ വയ്യേ, വീണ്ടും തുടങ്ങി സ്റ്റെപ്പ്. കഴിഞ്ഞൊരു മണിക്കൂറായിട്ട് ഇറക്കമായിരുന്നു. ഇനി വീണ്ടും മറ്റേ നോൺ സ്റ്റോപ്പ് സ്റ്റെപ്പുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ധർമ്മേന്ദ്ര ദാൽ ബാത്ത് മനസ്സിൽ കണ്ടുകൊണ്ട് വീണ്ടും ധർമ്മേന്ദ്രനും ദാൽ ബാത്താണ് ഇവിടുത്തെ മെയിൻ സാധനം. അതിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. ഫുഡ് നല്ല മഴ അത്യാവശ്യം കാണുന്നുണ്ടോ അറിയില്ല. മഴ അത്യാവശ്യമുണ്ട്. ധറം റെയിൻകോട്ടിലേക്ക് കയറാം, ഷാലിമാറിലേക്ക്. നിങ്ങൾ ഷാലിമാർ ഇട്ടിട്ട് വേണമെങ്കിൽ ബാക്കി കയറാം മുകളിലേക്ക്. നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിച്ചു. നമ്മൾ ഈ മലേൻ്റെ ഫോക്കസ് ആയില്ല, അത് ഓട്ടോ ഫോക്കസ് പോകുന്നുണ്ട്. ആ മലേൻ്റെ ബാക്കിൽ നിന്നാണ് വന്നത്. അതിൻ്റെ താഴെ ഇരുന്ന് നമ്മൾ സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് വന്ന് ഇറങ്ങി താഴെ ഈ മലേൻ്റെ അടിയിൽ പോയി കാട്ടിനുള്ളിൽ കൂടെ വന്ന് കയറി ഇങ്ങനെ വന്നു. ഞങ്ങൾ വീണ്ടും സ്റ്റെപ്പ് കയറാൻ വേണ്ടി പോകുന്നു. ഗൈസ് വേറെ സാധനം കേട്ടോ. അവിടെ നീലാകാശം, അവിടെ കുറച്ച് വെയിൽ. പക്ഷേ ഇങ്ങോട്ട് മഴക്കാറാണ്. ധറം ചലേഗ. അതാ മഞ്ഞ്. നമ്മൾ മഞ്ഞ് കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. നല്ല തണുപ്പ്, നല്ല കൈ നല്ല മരവിട്ടുണ്ട്. സ്റ്റേയിലേക്ക് ഇനിയും പോകേണ്ടത് നമുക്ക്. പക്ഷെ വ്യൂ രക്ഷയില്ല. ഇന്നലെ നമ്മളിത് അവിടെ സ്റ്റേ ചെയ്തേ. ബുദ്ധ ലോഡ്ജ് ബാംബൂല്. നമ്മൾ മുകളിലേക്ക് പോവാണ്. ഫുൾ മൂടിയിട്ടുണ്ട്. അതിലേ വാ. സൂര്യൻ അവിടെ നിന്ന് വരുന്നുണ്ട്. നമ്മൾ പോവുക. വീണ്ടും സ്റ്റെപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് ഡേ ആണ്. രാവിലെ തന്നെ കിതയ്ക്കുന്നത് കാണണം. ഇതിലേ പോകാം.
അൽജി വീഡിയോ എടുത്തതാ അവിടെ നിന്ന് വരുന്നുണ്ട്. നമ്മൾ 6:30 ഇറങ്ങാൻ കഴിക്കാം. ഇപ്പോൾ സമയം 9:59 അല്ല 7:59. ഇന്നലെ ഇതേ സെയിം ടൈമായി ഓൾമോസ്റ്റ്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തെത്തി കാണിക്കാം. ഇനി കുറേ നടക്കാണ്ട്. So we are going Bamboo to the van. നല്ല ടാസ്ക് ഉണ്ട്. സ്റ്റിക്ക് മുഖ്യം ബിഗിലേ. ഒരു രക്ഷയില്ല, വൻസാനം. ഒരു സെക്കൻഡ്, കയ്യിൽ ഒരു കൈ കയ്യിലായി നമ്മളെ പോള് മാറ്റിയില്ലെങ്കിൽ കുത്താൻ പറ്റില്ല. ഈ സാധനം താഴെ നോക്കിയില്ലേ പല്ല് പോകും ഗൈസ്. ഇതൊരു കേട്ടോ.
ഞങ്ങൾ നടക്കുന്ന വഴിക്കൊരു സ്ഥലത്തെത്തി. നിറം ഇവിടെ ഉണ്ട്, ഒരു രക്ഷയില്ല. മാരക സ്ഥലം, മാരകം. ഒരു രക്ഷയില്ല സ്ഥലം. ഇനി ഞങ്ങൾ അടുത്തൊരു സ്പോട്ടിലേക്ക്. വീണ്ടും സ്റ്റെപ്പുകളാണല്ലോ. ഒപ്പോട് എന്താ പോട്ടരാമെത്ര ഇതെന്താ എന്താ പറയാ, അമ്പലം പോലത്തെ സാധനം അല്ലേ? അമ്പലമാണല്ലേ? ഓക്കെ. ദേവിയേ ഗായ്സ്, എനിക്കിത് എന്തിന്റെ കേടായിരുന്നു ഗായ്സ്. എന്ത്, അയ്യോ സ്റ്റെപ്പ്, വീണ്ടും സ്റ്റെപ്പ് കൊണ്ടുള്ളൊരു ആറാട്ടാണ് ഇവിടെ. കാണിച്ചു തരാം. നമ്മളിങ്ങനെ പെരകിയാണ് കയറുന്നത്. പക്ഷെ ഇവിടെ ഈ സാധനം കൊണ്ടുവന്ന പോട്ടർമാരുണ്ട്. ഞങ്ങളൊന്ന് ഓരോ പിന്നാലെ നടന്ന് ഓരോ ടെക്നിക്സ് പഠിക്കുമായിരുന്നു. അപ്പോൾ അത് പഠിച്ചുകൊണ്ട് എവിടെ സ്റ്റെക്കായില്ല. സ്ലോലി ഓരോ സ്റ്റെപ്പ്, ഷോർട്ട് സ്റ്റെപ്സാണ്, നല്ല സുഖമുണ്ട്. അത് ഫോളോ ചെയ്യുമ്പോൾ മൂവ്മെൻ്റ് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലത്തേക്ക് കാണാം. അപ്പോൾ നമ്മൾ ഹിമാലയ ഓൾമോസ്റ്റ് കവറാക്കിയിട്ടുണ്ട്. കൊള്ളാം. ഇവിടുത്തെ ഗ്രീനറി ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ നമുക്കിതാ ഈ കാണുന്ന സ്റ്റെപ്പൂടെ കയറിയ ഹിമാലയ എത്തി. ഇനി ദെറൂലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഒരു 2.5 മണിക്കൂർ പുഷും കൂടെ ഉണ്ട്. സ്റ്റെപ്പ്, പിന്നെയും സ്റ്റെപ്പ്, പിന്നെ കുറച്ചും കൂടെ സ്റ്റെപ്പ്, പിന്നെ പിന്നെയും സ്റ്റെപ്പിന് ഒരു കുറവില്ല. പക്ഷേ വരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞ വ്യൂ പൊളിയാണ് മുകളിൽ. അത് കണ്ടിട്ടാണ് പോകുന്നത്. നോക്കാം. എന്നാലും നല്ല എക്സ്പീരിയൻസ് അല്ലേ? അങ്ങനെയുണ്ട്. പൊളിയല്ലേ? ഓക്കെ ഗായ്സ്, നെക്സ്റ്റ് സ്പോട്ടിൽ കാണാം. ധർമ്മ, എന്ത് പറ്റി ധർമ്മേന്ദ്ര? സ്റ്റെപ്പ് തീരുന്നില്ലേ ധർമ്മേന്ദ്ര? നല്ല സുഖം ഉണ്ടാവും. ഓൾമോസ്റ്റ് 1000 മീറ്റർ മുമ്പൊന്ന് ഗെയിൻ ചെയ്യൂലേ? ധർമ്മ എന്നാ ധർമ്മ എടുക്ക്, ധർമ്മനെടുക്കൂ ധർമ്മ. സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് ഉണ്ടാക്കിയെങ്കിൽ ഞങ്ങളൊരു ട്രോഫി കൊടുക്കും. താഴെ എത്തിയിട്ട് പോരെ? താഴത്തെ എത്തട്ടെ, മറ്റേത് രജിസ്ട്രേഷൻ പറഞ്ഞാൽ പറയേണ്ടി വരും. ജീവന്റെ പേരിൽ ആദ്യം ജീവൻ ഞാൻ താഴെ എത്തിക്കട്ടെ. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു ഗായ്സ്. ഇല്ല അങ്ങനെ മറ്റേ പറഞ്ഞ നിർമ്മ
അങ്ങനെ നമ്മൾ ഹിമാലയത്തുനിന്ന് വന്ന് ഉള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട് കുറച്ചധികം, അത് കവർ ചെയ്ത്. ഇനി അത് കവർ ചെയ്ത് ഇവിടെ ഒരു ബുദ്ധൻ്റെ ചെറിയൊരു ടെമ്പിൾ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടൊരു സാധനം ഉണ്ട് ഇവിടെ. അവിടെയാണ് നമുക്ക് സ്റ്റേ ചെയ്യേണ്ടത്. എൻ്റെ കൈ ഫോക്കസ് ഉണ്ട് അവിടെ. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ മുകളിൽ പിടിക്കണം. ടാസ്ക്കാണ്. മഴ പെയ്യാതെ അവിടം വരെ കിട്ടിയാൽ സേഫ്, അല്ലെങ്കിൽ ഓമ്പി. അങ്ങനെ പറയില്ല നമ്മൾ, ഓമ്പി. എങ്ങനെ പറയാ ധർമ്മേന്ദ്ര? എങ്ങനെയാ പറയാ? പോവാണോ? സമയമില്ലാന്ന് തോന്നുന്നല്ലേ? ഉണ്ടാവും, തിരക്കുണ്ടാവും. തീർച്ചയായും തിരക്കുണ്ടാവും. ഓ ധർമ്മേന്ദ്ര, അതിനല്ലേ വന്ന്. രക്ഷയില്ല, പൊളി. അങ്ങനെ നമ്മൾ നടന്ന് ഓൾമോസ്റ്റ് ദെറുളിലെത്തി. മുകളിൽ കാണുന്നതാണ് ചെറിയൊരു ക്ലൈമ്പിങ് കൂടെ. ധർമ്മേന്ദ്ര, സോ നൈസ്. ഇനി ഞാൻ ധർമ്മേന്ദ്രയ്ക്ക് കുറച്ച് ഫോട്ടോ എടുത്ത് കൊടുക്കണല്ലേ? ധർമ്മേന്ദ്ര പിണങ്ങും. മനസ്സിലായില്ലേ? ഇതുണ്ടോ അതിൻ്റെ മുകളിൽ കയറും എന്ന് ഞങ്ങൾ പറയുന്നു. ഞാൻ എൻ്റെ കമ്പനിക്കാരനെ കൊണ്ടുവന്നത് എങ്ങനെയാണ്? എൻ്റെ ഒരു കമ്പനിക്കാരുണ്ട്, അവനെ ഞാൻ അങ്ങനെയാണ് കൊണ്ടുവന്നത്. ഇപ്പം എത്തുന്ന പറഞ്ഞ കൊണ്ടുവന്നതാണ്. ഒരാളൊരു പ്രശ്നത്തിലേക്ക് തള്ളിവിടുമ്പോൾ ഒരു സുഖം, ഒരു ചെറിയ മനസ്സ് അല്ലേ? ഓ, നമ്മൾ ഇന്നലെ എവിടെയാണ് വന്നേ? ഇത് ദെറുളി എന്ന് പറഞ്ഞ പോയിന്റാണ്. ഇത് 3200 മീറ്റർ ഹൈറ്റ്. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല. അവിടുന്ന് ഒരു വെള്ളം വരുന്നുണ്ട്. സോ നമ്മൾ എണീക്കാൻ ലേറ്റായി പോയി. 6 മണിക്ക് എണീക്കണ്ടതിന് 7 മണി എണീക്കുക. ഇന്നലെയൊക്കെ നമ്മൾ നേരത്തെ ഇറങ്ങിയിരുന്നു. ഇന്നിപ്പോൾ 8 മണി കഴിഞ്ഞു. 4 മണിക്കൂർ ട്രക്ക് ഉണ്ട്. ഇനി 4 മണിക്കൂറേ ഉള്ളൂ. വെതർ വിൻഡോ ഉള്ളൂ. മഴ പെയ്യപ്പോഴത്തേക്കും അതിന് മുന്നേ പിടിക്കണം. അതാണ് പ്ലാൻ. നമ്മളെ ധർമ്മേന്ദ്ര മാത്രം പോയിട്ടുണ്ട്. ധർമ്മേന്ദ്ര കൊണ്ട് അപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അതിനിടയ്ക്ക് ഞാൻ ഒരു കൈ ഗ്ലൗസ് ഇല്ല, അതും ഒരു കൈയിൽ ഗ്ലൗസ് ഉണ്ട്. അങ്ങനെയുണ്ട്. ഒരു ഗ്ലൗസ് ഇന്നലെ നടന്നു വരുന്ന വഴിക്ക് പോക്കറ്റും താഴെ പോയി. വലിയ ഗ്ലൗസ് ഉണ്ട്, പക്ഷെ അതിട്ടാൽ ചൂടെടുക്കും വെയിലത്ത്. ഇനിയിപ്പോൾ ഇത് മതി. ഇതിട്ട് പോയിട്ട് കുഴപ്പമൊന്നുമില്ല. മുകളിലെത്തും വലിയ ഗ്ലൗസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇനി അടുത്തത് മഞ്ചപ്പൂഞ്ചാര ബേസ് ക്യാമ്പ് ഉണ്ട്. അവിടെയാണ് അടുത്ത 2 മണിക്കൂർ ട്രക്ക്. അവിടുന്ന് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ABC ബേസ് ക്യാമ്പ് അന്നപൂർണ്ണ. അതാണ് പ്ലാൻ. നോക്കാം, ഇനി അടുത്ത സ്ഥലത്ത് നിന്ന് കാണാം. എന്താ എന്നെ പിടിക്കണമെന്നോ? ശരിയാക്കാം. നടിയും കൂടെ ചാടണോ? പോലെ ചാടുന്നോ? അല്ല, എന്നെ കൂടെ പിടിക്കാൻ പറഞ്ഞാൽ ഈ ചാടുന്നോ? ക്യാമറ ചാടുമ്പോൾ ഈ ചാടുന്നോ?
പോട്ടെ പോട്ടെ. വെറും രാവിലെ തന്നെ കാണാനുള്ള തിറം. സ്റ്റാർട്ടിങ് തന്നെ കുറച്ച് ഇതാക്കുക. വ്യൂ എന്ന് പറഞ്ഞാണ്ടല്ലോ, ഫോണിൽ എത്രത്തോളം അത് കിട്ടുന്നുണ്ട് എനിക്കറിയില്ല. പക്ഷേ ഒരു മാതിരി സാധനമാണ്. ഇറങ്ങാൻ കുറച്ചധികം ഉണ്ടെങ്കിലും, ഇറങ്ങാൻ കുറച്ചധികം ഉണ്ടെങ്കിലും, പക്ഷേ സാധനം പൊളിയാ, ഒരു രക്ഷയില്ല. മറ്റേ പാട്ടില്ലേ, ഇല്ലിമുള്ളം കാടുകളിൽ എല്ലാം പാതി വരും തെന്നലേ ഓ തെന്നലേ. ഓക്കെ, എന്താ ധർമ്മ, രാവിലെ കോൾഡ് സ്റ്റാർട്ടായോ? ആ എന്നാ പോട്ടെ. എന്തൊക്കെയായിരുന്നില്ലേ? സെറ്റാണ്. ആ അതില്ലേ, ഓ അത് രക്ഷയില്ലല്ലോ. ക്യാമറ കിട്ടുമറിയില്ല. ക്യാമറയിൽ വരുമോന്ന് അറിയില്ല കേട്ടോ, എടുക്കുന്നുണ്ട്. കടിച്ചു ബ്രീത്തിൽ നമുക്ക് പറഞ്ഞ ഒരു ഹ്യൂമിഡിറ്റി പോലെ നമ്മൾ ആ വണ്ടീൻ്റെ ഒക്കെ വിൻഷീൽഡ് പിടിക്കുക. അതേമാതിരി ഗ്ലാസ്സിൽ ബോഡി ടെമ്പറേച്ചർ കൂടുതലും പുറത്ത് തണുപ്പായിട്ട് ഗ്ലാസിൻ്റെ ഒരു സൈഡിൽ അങ്ങനെ വരുന്നുണ്ട് ചെറുതായിട്ട്. കുഴപ്പമില്ല, അങ്ങനെ പോകാൻ വരികയും ചെയ്യുന്നുണ്ട്. ഇല്ല ഇനി സ്റ്റെപ്പ് കയറാണ്ട് ധർമ്മൻ കയറുന്നുണ്ട്. ധർമ്മൻ ഇതാ ഈ ബ്ലൂ, രണ്ടാമത്തെ ബ്ലൂ. ധർമ്മേന്ദ്ര വലിയ ഇല്ലല്ലോ, അല്ലെങ്കിൽ സ്റ്റോറിൽ പോയിരിക്കും. വേറെ കാര്യം, നമ്മളിവിടുത്തെ ഷർപ്പന്മാരുടെ അടുത്ത് മേടിച്ചാൽ അപ്പോൾ ആ ഒരു ഭയങ്കര സ്ലോയില് ചെറിയ സ്റ്റെപ്പ് വെച്ചേ പോകുള്ളൂ. നമ്മൾ നിൽക്കില്ല അവിടെ. അങ്ങനെയാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഇവർ പോയിക്കോട്ടെ കേട്ടോ, എന്നിട്ട് എടുക്കാം. അവർ പോകുന്നില്ല, ഞാൻ കഥ പറയും. ആ അത് വലിയ സ്റ്റെപ്പാണ്, അത്യാവശ്യം കുഴപ്പമില്ല, കയറാൻ പറ്റും. നമ്മൾ കമ്മിക്കാണ് കേൾക്കുന്നത്. മിസ്റ്റർ ധറം ഇവിടുത്തെ കൂടെ വെള്ളം സ്റ്റോർ ചെയ്യുന്നുണ്ടോ? ഇത് താഴേക്ക് പൈപ്പിട്ടെടുക്കുക. ധർമ്മൻ അവിടെ നിന്ന്
വീഡിയോസ് പകർത്തുന്നുണ്ട്. സെറ്റാ സ്റ്റെപ്പ് കയറി കഴിക്കുമ്പോൾ കോൺഫിഡൻസ് കയറാം. ധർമ്മേന്ദ്ര കമോൺ. ആ കല്ലെത്തണി എത്തി. ഉള്ള തിരി കാണാതെ സെറ്റാ. धर्मा पोट धर्मा उधर से लाइट ऑपोजिट है ना, इधर अच्छा होगा लेकिन वो नहीं मिलेगा. നമ്മളൊരാൾക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. നന്മയുള്ള ലോകമേ. ആ മുഖത്തേക്ക് നോക്കൂ ക്യാമറമാൻ. ക്യാമറയും കൂടെ ചാടേണ്ടി വരുമോ ധറം? നന്മയുള്ള ലോകമേ. അടുത്ത ഞാൻ ധർമ്മേന്ദ്ര ദ ഫോട്ടോഗ്രാഫർ. ധർമ്മേന്ദ്ര ഫോട്ടോ എടുക്കുന്നു, ഞങ്ങൾ ഡ്രസ് ചെയ്യുന്നു. ഇനി ആ ഫോട്ടോ എടുത്ത് കൊടുത്ത ചങ്ങായില്ലേ, ഓനെ ഞങ്ങളാരാ, ഓനെ കൊണ്ട് വേണം ഞങ്ങളെ ഫോട്ടോ ഒക്കെ എടുപ്പിക്കാൻ. ഓനെ വിടല്ലേ മോനെ ധർമ്മ, നമ്മളൊരു ഡബിൾ എടുപ്പിക്കണം അവനെ കൊണ്ട്. ഓക്കെ. ഗായ്സ്, ധർമ്മേന്ദ്രക്ക് ഈ കാണുന്ന ചളി പോലത്തെ സാധനം ഐസോട്, അതിനകത്ത് കിടന്ന് ഉരുളന്ന്. ധറം കുണ്ടിക്കുള്ള ഗുണ്ടിറുക്കെന്ന് പറഞ്ഞാൽ കുണ്ടിക്കുള്ള മഞ്ഞിറുക്കെന്ന് പറയേണ്ടി വരും. ഒരു കമ്പനിക്കാരനെ ഒരു ദുരന്തത്തിലേക്ക് പറഞ്ഞുവിടാ എന്തൊരു സന്തോഷമില്ല എനിക്ക്. ഈ ആദ്യം പോയിക്കോന്നല്ലേ ചെക്കന്മാരതാ ചെരുപ്പിട്ട്, ചെക്കന്മാർ ഇവിടുത്തെ ചെക്കന്മാരെ ചെരുപ്പിട്ട് കളിക്കുന്നു അതിനകത്ത്. അയ്യോ ഗൈസ്, ഫസ്റ്റ് ടൈം ഇൻ ദ സ്നോ. ഓക്കെ. ദേവിയേ മറ്റേ സാധനം ദേവിയേ മറ്റേ പറയേണ്ടി വരും. അപ്പുറം പറ്റി വിശാരടി പറഞ്ഞാൽ എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു ഗൈസ്. കുഴപ്പമില്ല, ഹാർഡാ. സെറ്റാ. അതിനകത്തൊന്നും ഇല്ല ഗൈസ്, കുറച്ചേ ഉള്ളൂ. സ്ലിപ്പാവുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ സ്ഥലത്ത് ക്രാംബോൺസ് വേണം. പക്ഷേ ഇത് കുറച്ചേ ഉള്ളൂ. ആ വീഴുന്നതില്ലേ വെള്ളമല്ല, സ്നോ ആണ്. സ്നോ ഫൗണ്ടൻ അല്ല, എന്താ പറയുക, സ്നോഫോൾ. ധറം ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് അപ്പുറത്തെ ക്രോസ് ചെയ്യട്ടെ. ഇടത്ത് സ്ലിപ്പാവുണ്ട്, നോക്കണേ. ഇത് കോള് കുത്തിയില്ലെങ്കിൽ സ്ലിപ്പായി പോകും. സോ നല്ല സ്ലിപ്പാവുണ്ട്. ആ വീഴുന്നത് സ്നോ ആണ്. സ്നോ
സ്നോ, ഇതാണ് സ്നോഫോൾ. ഉണ്ടോ സ്നോ വീഴുന്നുണ്ടോ? ഇതായിട്ട് കാണുന്നേ ഏത് ലുക്കല്ലേ. ഞാൻ അതിലെത്ര അടുത്ത് കാണുന്നത്. താഴെ കയറി പോയതാ. ഭയങ്കര നോക്കി. ഓസ് ഞാൻ വീണ് താഴെത്തിന്ന്. ഓസ് മഞ്ഞിലേക്ക് ചാടി സെറ്റാക്കി കളി. അയ്യവ കാലൊക്കെ നോക്കിയേ സെറ്റ്. ഇവിടെ ഹണ്ടിങ് ഉണ്ട്. ഫൈനലി ഗൈസ് ബാക്കിൽ കാണുന്നതാണ് MBC ഹോട്ടൽസ്. ബാക്കിൽ കാണുന്നതാണ് സ്റ്റേ. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡെറൂലിൽ നിന്നാണ്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ MBC എത്തി. ശ്വാസമില്ല സൗണ്ട് എടുക്കാനുള്ളത്. സോ ഇനി നമ്മൾ ABCയിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് പറയാം ബാക്കി. ഇവിടെ എത്തില്ല. നമ്മളെ വാസുണ്ണനാ നമ്മളെ വന്ന് തട്ടി വിശക്കുന്ന പറഞ്ഞ് ഫുഡ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒഴിവാക്കിയതാ പോകുന്നു. വാസു സ്റ്റേ. വാസു അപ്പോൾ ഞങ്ങൾ സബ്മിറ്റിലേക്കുള്ള പുഷാണ്. ABC കുഴപ്പമൊന്നുമില്ല. നോക്കാം സെറ്റാണ്. 30 വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാനില്ല. ഫൈനലി ഗായ്സ് മാക്കാനും മാക്കാൻ്റെ കൂടെ ധർമ്മനും ഫൈനലി വി റീച്ച്. ഫക്ക് മാൻ, ഒടുക്കത്തെ വ്യൂ, ഒരു രക്ഷയില്ല. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ക്യാമറ കാണൂല. നാളെ രാവിലെ സാധനം കിട്ടും. ഫുൾ ഫോഗ് മൂടിയതാ. ബട്ട് ദ ഫീലിംഗ് വാസ് റഷ് കിട്ടിയില്ല. ഒരു റഷ്. ഫക്ക്, ഇറ്റ് വാസ് ഓസം. ഫൈനലി വി ആർ ഹിയർ. Guys,
ഫൈനലി see the view. നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നേ. മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട് ഗായ്സ്. പക്ഷെ ഇതൊന്നുമല്ല സാധനം. നാളെ രാവിലെ ആകുമ്പോഴാണ് സാധനം കിട്ടാൻ പോകുന്നത്. ഓക്കെ, നാളെ രാവിലെയാണ് സാധനം. മേഘമൊക്കെ അങ്ങോട്ട് പോകും. കണ്ടോ മേഘം കണ്ടോ? കംപ്ലീറ്റ് മഴയും സീനാണ്. മുകളിലത്തെ സ്നോഫോളും സീനാണ്. സീൻ ഇതെല്ലാം പോവും. രാവിലെ ചെറിയൊരു സമയത്തേക്ക് ഇതൊക്കെ പോവും. അപ്പോഴാണ് വ്യൂ. ഫൈനലി നമ്മൾ സബ്മിറ്റ് ചെയ്ത് ഒരു രക്ഷയില്ലാത്ത സാധനം. ആരാ എന്നെ എടുക്കൂല. ഫുള്ള് മേഘം കയറി കിടക്കുക. അത് കഴിഞ്ഞാൽ മേഘം കൊണ്ട് പോയി കഴിഞ്ഞിട്ട് സാധനം വരും. ഫുൾ ഐസ് ഫോളാ. ഇവിടെ ഒരു മല ലേശം ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, മഞ്ചപ്പൂഞ്ചാരൊക്കെ ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് എവിടെയാണ്. അന്നൂറിന മണ്ണ് ഇവിടെയാണ്. അതിൽ കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ഇത് കൊമ്പ് ഐസ് ഫോളൊക്കെ പോലെ ഇവിടത്താന്ന് തോന്നുന്നു. അന്നപൂർണ്ണ ഐസ് ഫോളൊക്കെ ആയിരിക്കും, അറിയില്ല. പക്ഷെ ഇവിടെ ഒന്നുമില്ല. താഴെന്നൊരു ചെക്കൻ പറഞ്ഞു KGF പോലെ കിടക്കാന്ന്. ഈ ഭാഗത്തേക്കാന്ന് തോന്നുന്നു അന്നപൂർണ്ണ സൗത്തൊക്കെ വരുന്നത്. ഇവിടെ എവിടെയോ ആണ്, ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ആണ്. ഇപ്പോൾ ക്ലൈമറ്റ് കൊണ്ട് കാണൂല. ഒരു രക്ഷയില്ല. സൂര്യനൊക്കെ എവിടെ പോയി? ഇവിടെയാ സൂര്യൻ. എടാ രാവിലെ എണീറ്റിട്ടുണ്ട്. സണ്ണ് വന്നില്ല, പക്ഷെ മലയൊക്കെ വന്നിട്ടുണ്ട്. സെറ്റാണ്. ഞങ്ങൾ 3 മണിക്ക് എണീറ്റ് മിൽക്കി വേ കണ്ട് കിടന്ന. ഈ കാണുന്ന അന്നപൂർണ്ണ മണ്ണാണേ. ഇതാണെന്ന് തോന്നുന്നു സൗത്ത്. ഇതല്ലെങ്കിൽ ഇതായിരിക്കും സൗത്ത്. പിന്നെ പറഞ്ഞുതരാം നോക്കിയിട്ട്. ഇവിടെയുള്ള ഈ 3-ലേതോ ഒന്നാണ് അന്നപൂർണ്ണ 3. ഇത് മഞ്ചപ്പൂഞ്ചാരെ. ഓക്കെ, ഇപ്പോഴാണ് സാധനം വന്നത്. ഓ, ഈ വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. പിക്കൊന്നും എടുക്കാൻ പറ്റില്ല, കൈയില്ല. ഈ പോലെ എൻ്റെ കൈയ്യ ഗ്ലൗ ഊരിയാലേ ഐസായി പോവും. പിക്ക് വേണം പോലെ ട്രൈ ചെയ്യാം, നോക്കാം. സൂര്യൻ വന്നു തുടങ്ങി. Boso-boso gila, hindi rin na nga, hindi rin mo dori.
ഫോട്ടോ എടുക്കാൻ. സ്റ്റോപ്പ് ആക്കിയാലേ ലൈറ്റ് വന്നു ഗൈസ്, ലൈറ്റ് വന്നു. Mini mountain, ऊपर 3,000 mountain. ഫോട്ടോ വേണല്ലോടാ ജാടത്തണ്ടി. ഇവിടെ ഫ്ലൂട്ട് വായിക്കുന്ന ഒരാളുണ്ട്. എൻ്റെ ഓരോ പോയോ, ഞാൻ ഓരെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്ത്. അപ്പോഴത്തേക്ക് ഓരൊക്കെ പോയി ഗൈസ്. ഞങ്ങൾ മുമ്പിൽ ഗൈസ്. അവിടെ ഫ്ലൂട്ട് വായിക്കുന്ന ആളവിടെ പോയി പോയി പോയി. അവിടെ ഉണ്ടോ സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ അവലാഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. എടുക്കാം. അഭിനയിച്ചോ? സിനിമയിൽ അഭിനയിക്കുന്നില്ലേ? ആ ആരാട്? എവിടെ ആ ഡ്രോണാണ്? കാണില്ലല്ലോ, അവിടെ പോയി. ഈ ഒരു വ്യൂവിന് വേണ്ടിയ വന്നേ. എൻ്റെ പോസോ? എൻ്റെ പോസല്ലേ, വേറെ ഒന്നും ഇല്ലല്ലേ. ഷാറുഖ് ഖാനെ താഴെ കണ്ടോ? ഐസിൽ പോവും. ആപ്പിൾ പറയുന്നു -4. എന്താക്കിനെ ഇവർക്ക് എന്തായാലും വിരോധാഭാസം ഒന്നിനെ. അതുവരെ അതായി. തോർത്തുകൊണ്ട് പോച്ചു നിൽക്കണേ. തോർത്തുകൊണ്ടോ? തലകൂടെ തോർത്തിട്ട് താത്ത് 2 ബനിയൻ ഒരു ഫ്ലീ. അങ്ങനെ വിശന്ന് ഛർദ്ദിക്കാനായി ഞങ്ങൾ തിരിച്ചു പോവാണ്. ഓൾമോസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തു. സെറ്റാണ്. സൂര്യൻ പൊന്തി, ചൂട് തുടങ്ങി. ഇനിയിപ്പോൾ പോയില്ലെങ്കിൽ മഴ കിട്ടും. സെറ്റ്. അങ്ങനെ ധർമ്മ അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ലല്ലേ?
ഓ ഗായ്സ്, ഫൈനലി നമ്മൾ അന്നപൂർണയോട് വിട പറയാണ്. ദാ അന്നപൂർണ 1 8,000 മീറ്റർ. ഓക്കെ, ഫൈനലി ദിസ് ഈസ് ഹെവൻ. ഇതൊരു ഹെവനുകളിലൊന്നാണ്. മസ്റ്റ് വിസിറ്റ്. ഫക്കിങ് ഓസം. വേറെ സാധനം കേട്ടത്, ഇതൊന്നും പറയാനില്ല. എൻ്റെ നല്ലൊരു കമ്പനിക്കാരനാണ്, ഭയങ്കര മാന്യതയുള്ള കമ്പനിക്കാരനാണ്. തീരെ തെറി വിളിക്കും. കാലെന്തായി എന്നിട്ട് എന്താ ചന്തി തെറിയുന്നത്? മുട്ടിനെ പറ്റിയേ ദറം. നീ പ്രശ്നമുണ്ടോ? ഞട്ടില്ല, എൻ്റെ നീക്കാപ്പ് ഞാൻ താഴെ വെച്ചിട്ടാ വന്നത്. താഴെ പോയിട്ട് നീക്കാപ്പ് എന്താണ് എന്താ പറഞ്ഞത്? അടിപൊളി. ഷെഡിയിൽ എന്തിരിക്കുന്നു ധർമ്മ? ഈ തണുത്തുറഞ്ഞ മഞ്ഞത്ത് ഷെഡിയിലൊക്കെ എന്തിരിക്കുന്നു? 2 ദിവസമായി കുളിക്കാത്ത ഞങ്ങൾക്ക് എന്ത് ഷെഡി? മാറ്റി ആയില്ലേ? ഇന്നലത്തെ ഡോഗ് അവിടെ ഉണ്ട്. ന്യൂസ് വന്നിട്ടുണ്ട്, മണം പിടിച്ച് വരും. ഇന്നലത്തെ ബാക്കി എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഗായ്സ്, കത്തിച്ച് വന്ന തറമരുത കത്തിച്ച് താഴ്ത്തേ പോകുന്നു. ഞങ്ങളിന്നലെ സിനോവയിലാണ് താമസിച്ചത്. ഇതിൻ്റെ മുകളിലാണ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ ഈ മലയും കൂടെ ക്രോസ് ചെയ്യണമായിരുന്നു ഇന്നലെ. കാണിച്ചു തരാം. അതിൻ്റെ ടോപ്പിൽ പോയി ക്രോസ് ചെയ്ത് താഴെ ഇറങ്ങണമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ലേശം സ്ലോ മീൻസ് നീക്ക് പ്രശ്നം വന്നു. കുറച്ച് സ്പീഡിൽ വന്നു. നമ്മൾ 3 ദിവസം എടുത്ത് കയറിയത് 1 ദിവസം കൊണ്ട് ഇറങ്ങി. കുറച്ച് സീനായി. സോ നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്തു. ഇനിയിപ്പോൾ ഇത് കയറി ഇറങ്ങിയാൽ ജിപ്പ് കിട്ടും. പക്ഷെ ഇത് കയറി ഇറങ്ങണം. അത്യാവശ്യമുണ്ട്, കാണുന്ന പോലെയല്ല. ഓക്കെ, അപ്പം നമ്മൾ ഇറങ്ങുകയാണ്. ഒരൊറ്റ മല, ആ മല കയറി ഇറങ്ങണം. പക്ഷേ ഇതിറങ്ങാൻ വേണം. ഇത് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ട്. ക്രോസ് ചെയ്യുക, പിന്നെ അത് കയറുക, താഴേക്ക് ഇറങ്ങുക, ജിനുവിലെത്തും. പിന്നെ അവിടെ ഒരു ഇത് ഇറങ്ങി കഴിയുമ്പോൾ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ട്. അത് കുറച്ച് വലിയ സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഫസ്റ്റ് കയറിയപ്പോൾ ഞാൻ ഒന്ന് പേടിച്ച്. നല്ല അങ്ങനെ സസ്പെൻഷൻ അതിങ്ങനെ ജമ്പ് ചെയ്ത് കളിക്കും ആൾക്കാർ വേറെ അപ്പുറത്ത് വരുമ്പോൾ. പക്ഷേ കുഴപ്പമില്ല, സെറ്റാ. രാവിലെ ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ധർമ്മ ഇറങ്ങ് പോട്ടെ.
വണ്ടി ഓട്ടെ. പോ ഒരു മലയും കൂടെ, ഒറ്റ മലയും കൂടെ. പോട്ടെ. എങ്കേ നിൽക്കക്കൂടാതെ പോയിട്ടേ ഇറക്കണം. ഈ എൻഡ്ലെസ് സ്റ്റെപ്സിൻ്റെ അവസാനം ആ മലേൻ്റെ അപ്പുറത്താണ്. അവിടെ അതിന് വേണ്ടിയുള്ള പോക്കലാണ്. പക്ഷെ ഈ കയറ്റം മുകളിൽ പോയ പുറത്താണ്. പക്ഷെ മുകളിലെത്തി നമ്മൾ അറിഞ്ഞില്ലേ വേണ്ട. മുകളിൽ നമ്മൾ ആ എക്സൈറ്റ്മെൻറ്റിൽ പറന്ന് കയറിയിട്ടുണ്ട്. വെയിറ്റ് അല്ലേ. കുഴപ്പമില്ല, സെറ്റാണ്. ധർമ്മേന്ദ്ര പുതിയ ടാക്ടിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. റിവേഴ്സിൽ ഇറങ്ങുക. വീണ്ടും ഓക്കെ, ഞങ്ങളേക്ക് താഴെ സസ്പെൻഷൻ പിടിച്ച് എത്തിയിട്ട് വരാം. ധർമ്മൻ ഈസ് ഓൺ ദ വേ. പോരട്ടെ. ഒരല്പം ആവേശം കൂടുതലല്ലേ? അത് കുറച്ചല്ല ആവേശം, കുറച്ചും കൂടി പോയി. ആ ചിറി കണ്ടോ? പോലെ ഇത് പോലെ ഒന്നും പറയണ്ട. സെറ്റാണ്. ഇതിൻ്റെ വൈഡാക്കിയൊരു കാര്യം കിട്ടൂല. സംഭവം സെറ്റാണ്. നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഇവിടെ താഴെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 5-10 താഴെ എത്തും. കഴിഞ്ഞാൽ ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് ഇങ്ങനെ കയറി അവിടെ കയറണം. അതാണ് ചാമ്രങ് എന്ന് പറഞ്ഞ സ്ഥലമാണത്. നമ്മൾ ഇന്നലെ ലോവർ സിനോയിലെ വന്നത്. അപ്പോൾ കുഴപ്പമില്ല. നമ്മളെ ഫ്രണ്ടുണ്ട് അവിടെ ഒരു കൊപ്രയിൽ ജസ്റ്റ് ഒരു റിസോർട്ടിലുണ്ട്. ഓരോ മീറ്റ് ചെയ്യണം. ചിലപ്പോൾ അവിടെ സ്റ്റേ ചെയ്യും. എന്താടാ എന്താ പറയേ? ആരെ കമ്പനിക്കാരെ? അല്ല കമ്പനിക്കാരാ. ഇപ്പോൾ ഒരാൾ വരുന്ന കണ്ടോ? ഒരു വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഒരു വയറൊക്കെ ആയിട്ട്. മൂപ്പര് ഇന്നലെ മോനോട് ചോദിച്ചേ, മോനെ ഈ ഇല്ല ഇന്നലെ മോളിന്ന് തുള്ളി താഴത്തേക്ക് വന്ന്. ഞങ്ങൾ അയാൾ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. മനസ്സിലായോ? മനസ്സിലാവില്ല. ബൈ. മൂപ്പര് ചോദിച്ച് നിങ്ങൾ ഹോട്ട് സ്പ്രിംഗ് പോകുന്നില്ലേന്ന്. നല്ല തണുത്ത വെള്ളം വീട്ടിലുള്ള ആരെങ്കിലും ഈ തണുപ്പത്ത് ചൂടുവെള്ളത്ത് പോയി ചാടുക. അത് കഴിഞ്ഞാൽ തണുക്കൂലേ? എപ്പടി இருக்குங்க? இப்போ செட் ஆயிடுச்சா? പ്രശ്നം இருக்கா? ഇവർ വന്ന് ചെന്നൈ CSK fan. CSK fan. സഞ്ജു സാംസൺ അല്ലേ ഫാൻ അല്ലേ? அந்த மாதிரி. ഓക്കെ, അങ്ങനെ നമ്മൾ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ അത്യാവശ്യം റഷ് ആയിരുന്നു. കുറേ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ നമ്മളെ ആളെത്തിയിട്ട് അപ്പോൾ നമ്മൾ വീണ്ടും പോവാണ്. എന്താ
കല്ലൊക്കെ വരുന്നുണ്ട് ധർമ്മ നോക്കിക്കോ. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. ഒരു കല്ലുണ്ടോ നോക്കിയേ. മാൻ സിമ്പിളായിട്ട് ഇവരൊക്കെ സമ്മതിക്കണം. മറ്റേ ടീമൊക്കെ അവിടെ പോയി. എങ്ങനെ ആ ഒരു ടീമുണ്ടോ, ഒരു വലിയ ടീം പോകുന്നുണ്ടോ, അവരൊക്കെ നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് പോയത്. അവരൊക്കെ വിട്ടത്, അല്ലെങ്കിൽ റഷാവും മൊത്തത്തിൽ. കുതിരേനെയോ, ഒരു കുതിരേനെ തരുമോ? ഒന്ന് താഴെ പോയാലാണ്. കുതിരപ്പുറത്ത് പോണല്ലേ നൻപാ? അങ്ങോട്ട് പോകുമ്പോൾ എടുക്കാൻ പറ്റിയില്ല വീഡിയോ, കാരണം പക്ഷെ എക്സൈറ്റ്മെന്റിലേ അവിടെ കാണാനുള്ള എക്സൈറ്റ്മെന്റിൽ പറന്ന് ഒരു കമ്പനിക്കാരനെ ഒരു ദുരന്തത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ ഒരു മനസ്സുഖം, ഒരു ചെറിയ മനസ്സുഖം. കമ്പനിക്കാരാ അയ്യോ സെറ്റാണ്. എന്തായാലും ഞങ്ങൾ ഇനി ഒരൊറ്റ മലയും കൂടെ. എന്താണ്? ആ നേർച്ചയാ. ഇവനെയും കൊണ്ട് ഞാൻ ഈ മലകൾ മൊത്തം കയറാന്നൊരു നേർച്ച എനിക്കുണ്ടേനി. മറ്റേ 1000 ആനി അതിന്റെ എന്തോ തരാന്ന് പറഞ്ഞാൽ ഇനി വരൂല എന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞ ഡയലോഗ്? നോക്കാം. അങ്ങനെ എമ്മച്ചി നമ്മള് ബ്രിഡ്ജിൽ എത്തി ഗൈസ്. ഫൈനലി അപ്പോൾ നമ്മൾ സസ്പെൻഷൻ ബ്രിഡ്ജ് ഈ പോരി. അയ്യോ പോട്ടർ വരുന്നുണ്ട്, ഒരു പോയിട്ട് പോവാ. ഷെയ്ക്കാവുന്നു. ആഹാ ആ ജമ്പ് വീഡിയോയിൽ അറിയില്ല ഞങ്ങൾക്ക്. ശരിക്കും ജമ്പാവുണ്ട്. ഒരു പോട്ടർ ഓടി വരുമ്പോൾ ഒരു പോയിട്ട് പോവാം. സമ്മതിക്കണം മോനെ. എത്ര കിലോ ഉണ്ടാവും? 100 കിലോ ഉണ്ടാവുമോ? നമ്മൾ 10 കിലോ ആയിട്ട് പെരകുക, 10-12 കിലോ ആയിട്ട്. ആ പോ കാലിയായി. നമ്മൾ ഈ സസ്പെൻഷൻ പിടിച്ച് ഇങ്ങനെ ക്രോസ് ചെയ്യാണ്. നമ്മളെ നല്ലം വരുന്നുണ്ട്, നല്ലുണ്ട് പിന്നിൽ. കൈ കിട്ടൂ എന്നറിയില്ല. ആ ചെക്കന്മാരിളക്കുണ്ടോ ചെയ്യാൻ പറ്റില്ല. ഒരു ടീം മുന്നിൽ വരുന്നുണ്ട്. സോ നല്ല ഷേക്കുണ്ട്. വേറെ വെയിലിടെ ഓക്കെ ഞാൻ കട്ടാക്കട്ടെ. വീഡിയോ എടുത്തോളൂ. ഓഹോ ഇവന് ഫോട്ടോ ആസക്തിയാണ്. ഫോട്ടോ ആസക്തി. ഒരു 55,000 ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ചമ്രങ്ങളിലേക്ക് കയറാൻ തുടങ്ങി. ഫസ്റ്റ് നീ ഹൈക്കും കൂടെ കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് ഇറങ്ങാനേ ഉള്ളൂ. അപ്പം നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയെങ്കിലും മുകളിലെത്തട്ടെ. ഇതിൽ കാണാം. ഒന്ന് വാമായി ഇറങ്ങിയപ്പോൾ ഇതിൽ കയറിപ്പോണം. കയറിപ്പോണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇരുന്ന് കമോൺ
സെറ്റാക്ക്. ലേശ ആവേശം കൊടുക്കണം, ലേശം കുറച്ച്. പോവാ പോവാന്ന് പറച്ചിലുള്ളൂ, പോകുന്നില്ല. പക്ഷേ ഓക്കെ, അപ്പോൾ മുകളിലെത്തിരി കാണാം. നിങ്ങൾ വേറെ എവിടെ നോക്കി കാണാം. നമ്മളവിടെ സ്റ്റേ ചെയ്തേ, അല്ല അതിൻ്റെ താഴെ അല്ലേ ഇറങ്ങി വന്നു, കയറി. ഇവിടെ ഒരു എന്തോ ഒരു സംതിങ് ഉണ്ട്, എന്താ പറയുക, പ്രതീക്ഷ എന്തോ സാധനമാണ്. വീണ്ടും കയറ്റം. അങ്ങോട്ട് ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ ലാൻഡിങ്ങിൽ ഇരുന്ന് ഓർമ്മ ഉണ്ടാക്കി. നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ ലാൻഡിങ്ങിൽ ഇരുന്നപ്പോൾ 2 മലയാളി ചെക്കന്മാർ വന്നു, എറണാകുളത്തുള്ള ഒരു മുടി ചുരുന്ന ചെക്കൻ. അപ്പോൾ ചുണ്ടൊക്കെ പൊട്ടി. ആ ചെക്കൻ പറഞ്ഞു ബാഗൊക്കെ ഒന്നും കൊണ്ട് പോകണ്ട, ഇവിടെ വെച്ചോ. മനസ്സിലായില്ലേ? അതാണ്. പക്ഷേ നമ്മൾ ബാഗിട്ട് കയറി വന്നു. ധർമ്മേന്ദ്ര ഞാൻ ഇറങ്ങാണ്ട്, ഇത് കയറിയാൽ ഇത് ഇറങ്ങണം. പക്ഷെ ഇവരെ സമ്മതിച്ചു പോനെ, കിലോ കണക്കിൽ കാല് സെറ്റ് ആയിരിക്കും അല്ലേ? സെറ്റാണ്, നല്ലൊരു വർക്കൗട്ട് കിട്ടി എന്തായാലും. ഇതോടുകൂടി നമ്മളെ എൻഡ്യൂറൻസ് നമുക്ക് മനസ്സിലാവും. എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് വാം ചെയ്തിട്ടെങ്കിലും വരിക, അല്ലേ മസിൽ പെയിനായിട്ട് പോവാം. ഇവിടെ എന്തോ പൂജ ചെയ്യുന്നുണ്ട്, പൂജ. If you know, you know. If you know, no. You know, no, no, no. If you know, no, no, no. പോയിക്കാ നീ വീഡിയോ ഒന്ന്. മനസ്സിലായില്ല അല്ലേ? മനസ്സിലായിക്കോളൂ. ആ കുതിര നോക്കി. ഹായ് ഹായ്, ഇങ്ങ ഇരിക്ക. കുതിരയല്ല, അത് മറ്റേ മ്യൂളാണ്. കുതിരയും കഴുതിയുടെ മിക്സ് സാധനം. പോന്നോ നോ പ്രോബ്ലം. വേറെ ലെവലല്ലേ നിങ്ങള്? എവിടെ ബാക്കിയുള്ളവർക്കുള്ള? ഓക്കെ ധർമ്മ കമൺ ധർമ്മ വാം ഡൗൺ ആവും. ചെക്കന്മാരെ അവിടെ നിന്ന് വഴിയിൽ നിന്ന് കിട്ടിയ നാട്ടിൽ എന്താ കുതിരയാ? കുതിര ഓടിക്കാറിയോ? ഡ്രൈവിംഗ് അറിയോ? അത് ജീപ്പല്ല മോനെ. ആ എന്നാ കയറ്. കയറില്ലാത്ത കുതിര കേട്ടോ അത്. ഹീറോ പോരൂ. പോട്ടെ. അപ്പോഴൊരു പൂച്ചനെ കണ്ടു ഇവിടെ. പൂച്ച ഈസ് ദർ. പൂച്ച കഞ്ചാവൻ തോട്ടത്തിലേക്കാണല്ലോ ഈശ്വരാ പോകുന്നത്. ഒരു ചോളം തിന്നുകൊണ്ടിരിക്കുക. നല്ല അടിയാ ബോസ്. ഇതിരല്ല, മറ്റേ സാധനം മ്യൂള്. എന്താ ലിക്ക് കുതിര കഴിക്കണ്ട. ഒന്ന് പോടാ ക്യാമറയും കൊണ്ടുവന്ന്. ഞാനതൊന്ന് തിന്ന് തീർക്കട്ടെ. പിന്നാടി ഇருந்து സാപ്പിട്ടിருக்க. ഇവിടെ നിന്ന് അടിച്ചോണ്ടിരിക്കുക. നല്ലടി. 2 മിനിറ്റ് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ ആളാ. അപ്പോൾ എന്നോട് നടക്കാൻ പറയുന്നത്. പോടാ
കേറടാ. അയ്യോ മോന് 55,000 ഫോട്ടോയും വേണോ? ഇപ്പം ആ ക്യാപ്ഷൻ കറക്റ്റായി എന്തായാലും. മറ്റേ എന്താ ശൈജന്ത് പറഞ്ഞ് തിരിച്ചോന്ന് ഓർമ്മയില്ലേ? അഖിൽ വാച്ച് താഴെ വെച്ച് മറന്ന് തിരിച്ച് 1 മണിക്കൂർ അങ്ങോട്ട് പോകണം, അവിടെ 1 മണിക്കൂർ ഇങ്ങോട്ട് വരണം. സോ ബോസ് പോയി, ബോസിന് താഴത്തേക്ക് വിട്ട് ബാഗരി ഞാൻ കയറി കൊടുക്കുക. ഇവിടെ കണ്ടോ ഫോസിലുണ്ട്. ഇത് ഇവിടുത്തെ ഒരു റിവറിൽ നിന്ന് എടുക്കുന്ന ഫോസിൽസാ. ഭയങ്കര റേറ്റ്, 1200 രൂപ പറയുന്നത്. പക്ഷേ വാങ്ങിയിരുന്നു. സംസാരിച്ചോട്ടെ. छोटा कुछ है, छोटा नहीं है ये ये तो जोरी है ना. जोरी है. आप उधर का कितना बोला? 850 बोला ना एक. हाँ उधर वाला 850 बोला ना पहले. कौन सा? उधर वो छोटा हो. ओ हाँ उतना छोटा. हाँ सिंगल वन को 800. ओ वन साइड को चाहिए. 2 साइड देगा. हाँ करना इंडियन इंडियन 500. एक साइड. हाँ एक साइड 500. ये तो जोरी है, ये जोरी है. ഒരു ചെറുത് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ 1000 തരാൻ പറഞ്ഞു. കുഴപ്പമില്ല, സെറ്റാ. നമ്മളിവിടെ ഒരു ഹോട്ടൽ, അവിടെ നിന്നൊരു എക്സ്പ്രസ്സോ അടിച്ചിട്ടുണ്ട്. അടിപൊളി സാധനം. അവിടെ നൻപൻ്റെ ബാഗായിട്ട് പോയിക്കൊണ്ടിരിക്കുക. നൻപൻ അവിടെ കാണുന്നില്ലല്ലേ? ആ ബ്ലൂ കാണുന്നില്ലേ താഴെ? അവിടെയാണ് നൻപൻ വാച്ചെടുക്കാൻ പോയത്. അവിടെ കയറാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ചെക്കന്മാർ പറഞ്ഞു. അപ്പോൾ എന്തായാലും അവനെ ഇറങ്ങിയിട്ടുണ്ടാവും. ഓരവിടെ നിന്നാണ് കണ്ട്. കുറച്ച് മലയാളി ചെക്കന്മാരുണ്ടായിരുന്നു. അതാ പോകുന്നൊരു പഞ്ഞ വേഗം കണ്ടോ? കുഴപ്പമില്ല, സെറ്റാണ്. അവിടെ കോഫി കുടിച്ചു. ഇത് ഓമ്പി ഗൈസ്, ഓമ്പി. നിങ്ങളെ നടുവ് പെട്ടിട്ടുണ്ട്, കാണിച്ചു തരാം.
ഇതുങ്ങൾ വഴിയിൽ നിന്ന് മാറുന്നില്ല. തല്ലി ഓടിക്കേണ്ടി വരുന്നു. നോക്കാം. അനങ്ങുന്നില്ല. ഫൈനലി ഗായ്സ് നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ചെക്കൻ വരുന്നുണ്ട്. ചെക്കൻ വാച്ചെടുത്ത് വരുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയില്ല. ഒരു 11 മണിയൊക്കെ ആയപ്പം ബോസ് പോയതാണ്. 12 2 മണിക്കൂർ ആയിട്ടുണ്ടാവും ഇപ്പോൾ പോയിട്ട്. നോക്കാം. മേ ബി കിട്ടിയിട്ടുണ്ടാവും. കിട്ടേണ്ടതാണ്. അങ്ങനെ സ്ഥലം കാണിച്ചു തരാം. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ജീപ്പ് പോകാനുള്ളത്. ഇനി ഒരു അരമണിക്കൂർ മതി. പക്ഷേ 2 ബാഗുള്ളതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. നോക്കാം. ഫൈനലി കഴിഞ്ഞു ഗായ്സ്. ഞങ്ങൾ പോവുകയാണ്. ഈ ജീപ്പിൽ അപ്പുറത്ത് പോവാണ്. ഇവിടെ APCൻ്റെ ഫൈനൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ സീലടിക്കാൻ പോവാം. നമ്മുടെ ഡ്രൈവറുണ്ട്, സീലടിക്കുന്നുണ്ട്. ഈ ബ്രിഡ്ജ് രസം. നടക്കാനൊന്നും വയ്യ. നീര് വെക്കും നാളത്തേക്ക്. എൻ്റെ ബോഡി 15 കൊല്ലമായിട്ട് ചെയ്യാത്ത സാധനം ഞാൻ ചെയ്തിട്ടുണ്ട് 4 ദിവസം കൊണ്ട്.